കഥാസായാഹ്നത്തില് അടുത്ത കഥ അവതരിപ്പിക്കുന്നത് ശ്രീമതി ദീപ്തി സുരേഷ്. ബാംഗ്ലൂരില് ന്യൂ ഹൊറൈസൺ സ്കൂളിലെ അധ്യാപികയാണ്. വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയമാണ് ദീപ്തി അവതരിപ്പിക്കുന്ന കഥ. തൊലിയുടെ നിറം, രൂപം, സ്വഭാവം, ശബ്ദം, പൊക്കം തുടങ്ങി പലതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കളിയാക്കലുകൾ അനുഭവിക്കാത്തവർ വിരളമല്ലോ. നമ്മളിൽ പലർക്കും പലതും കേട്ടിട്ടുണ്ടാവും. പെൺകുട്ടി ഭയങ്കര കറുപ്പ, അല്ലെങ്കിൽ പറയും പൊക്കം തീരെ ഇല്ല, അല്ലെങ്കിൽ ഇത് എന്തൊരു പൊക്കം, അല്ലെങ്കിൽ പറയും ഇതെന്താ നിന്റെ പല്ല് ചിരവനാവ് പോലെയാണല്ലോ, അതും അല്ലെങ്കിൽ മെലിഞ്ഞുണങ്ങി ഇരിക്കണണ്ടില്ലേ, എവിടെ നിന്നാണാവോ റേഷൻ. ഇങ്ങനെയുള്ള പല 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 അളവുകോലുകൾ സമൂഹത്തിൽ നിന്നും പല സമയത്ത് പലരായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. ഇത്തരം മുൻവിധികളും തമാശയും ഒക്കെ ഒരു പരിധി വരെ പലരുടെയും ജീവിതം ദുസ്സഹമാക്കുന്നു. മെലിഞ്ഞ കാലുകളുള്ള പെൺകുട്ടി ഒരു ആഫ്രിക്കൻ കഥയാണ്. കൂടുതൽ അറിയാൻ നമുക്ക് ദീപ്തി സുരേഷിന്റെ കഥ കേൾക്കാം. Thank you, Neha. നമസ്കാരം എല്ലാവർക്കും for that beautiful introduction. Thank you. മെലിഞ്ഞ കാലുകളുള്ള പെൺകുട്ടി, അത് ഞാനായിട്ട് ഈ കഥയ്ക്കിട്ട പേരാണ്. കഥയുടെ ഒറിജിനൽ പേര് ദ ഗേൾ ഹൂ ക്യാൻ. ഇത് ഏമ ഏറ്റ എഡു എന്ന ഒരു ആഫ്രിക്കൻ എഴുത്തുകാരിയുടെ കഥയാണ്. ആഫ്രിക്കയിലെ ഘാന എന്ന സ്ഥലത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു ഈ ഓഥർ, ഈ വ്യക്തി. ഇവരുടെ കഥകൾ കൂടുതലും വിമൻ എംപവർമെന്റ് ഒക്കെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. അപ്പം ഇത് അഡ്ജോയുടെ കഥയാണ്. ആഫ്രിക്കയിലെ ഹസോദ്സി എന്ന ഗ്രാമത്തിൽ ജീവിക്കുന്ന 7 വയസ്സുകാരിയായ അജോവ എന്ന പെൺകുട്ടിയുടെ ശബ്ദമാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. എൻ്റെ പേര് അജോവ. ഞാൻ ആഫ്രിക്കയിലെ ഘാന എന്ന രാജ്യത്ത് ഹസോദ്സി എന്ന ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ 3 പേരാണ്. ഞാൻ, എൻ്റെ അമ്മ, അതായത് ഞാൻ അവരെ വിളിക്കുന്നത് മാമി എന്നാണ്, പിന്നെ നാന, അതായത് എൻ്റെ അമ്മൂമ്മ. ഞങ്ങൾ 3 പേരാണ് ഞങ്ങളുടെ വീട്ടിൽ ഉള്ളത്. ആഫ്രിക്കയിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഞങ്ങളുടെ ഹസോദ്സി കുറച്ച് നല്ല മണ്ണും വെള്ളവും ഒക്കെ ഈ കാര്യങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഞാൻ എപ്പോഴും ഭക്ഷണത്തിന്റെ കാര്യത്തിലോ എന്തിലെങ്കിലും ഞാൻ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ ഞാൻ എന്നെ വഴക്കു പറയും. നിനക്ക് പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയോ? ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നീ ഇതുവരെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് എന്നെ വഴക്കു പറയാറുണ്ട് നാന. പക്ഷെ എന്റെ പ്രശ്നം ഇതൊന്നും ആയിരുന്നില്ല. എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ? എനിക്ക് പല ചോദ്യങ്ങളും എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരും. പക്ഷെ ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്നോ അതൊരാളോട് എങ്ങനെ അവതരിപ്പിക്കേണ്ടതെന്നോ എനിക്കറിയില്ല. ഞാൻ എന്തെങ്കിലും ഒരു ചോദ്യം കൊണ്ട് ഞാൻ നാനയുടെ അടുത്ത് പോയാൽ വളരെ കഷ്ടപ്പെട്ട് ആലോചിച്ച് തീരുമാനിച്ച് ഉള്ള ധൈര്യമൊക്കെ സംഭരിച്ചാണ് ഞാൻ മുമ്പിൽ പോകുന്നത്. അവിടെ എത്തി എങ്ങനെയൊക്കെയോ നാനയുടെ ശ്രദ്ധയൊക്കെ പിടിച്ചു പറ്റി ഞാൻ ആ ചോദ്യം നാനയുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ ആദ്യം കുറച്ചു നേരം നാന എന്നെ ഒന്ന് നോക്കും. എന്നിട്ട് അവരുടെ ജോലിയൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് പിന്നെ എന്നെ ഇങ്ങനെ അടുത്തേക്ക് വിളിക്കും. നീ എന്താ ചോദിച്ചേ? അപ്പൊ ഞാൻ മെല്ലെ ഒരിക്കൽ കൂടെ എൻ്റെ ചോദ്യം ആവർത്തിക്കും. നീ എൻ്റെ അടുത്ത് ചോദിച്ചതോ ചോദിച്ചു, മേലാൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വേറെ ആരടുത്തും ചോദിച്ചേക്കരുത് എന്ന് പറഞ്ഞ് നാന വളരെ മുഖമൊക്കെ ഭയങ്കര ഗൗരവത്തെ പിടിച്ച് കുറച്ചു നേരം കഴിഞ്ഞ് ചിരിക്കാൻ തുടങ്ങും. പൊട്ടിച്ചിരിയാണ്. പിന്നെ അതിലെ പോന്നവരോടും വരുന്നവരോടും എന്നോട് ഇത് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും ഈ ചോദ്യം പറഞ്ഞ് ഇവളിങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞ് എല്ലാരും കൂടെ കൂട്ടച്ചിരിയായിരിക്കും. ഇങ്ങനെ ആവുമ്പോ ഞാൻ പിന്നെ എന്തെങ്കിലും ചോദ്യം കൊണ്ട് നാനയുടെ അടുത്തേക്ക് പോകുന്നു തോന്നുന്നുണ്ടോ? ഇതാണ് എൻ്റെ അവസ്ഥ. പിന്നെ എൻ്റെ വീട്ടിലുള്ള 3-മത്തെ ആള് മാമി മിക്കവാറും സൈലന്റ് ആണ്. ആള് വളരെ കുറവേ വായേ തുറക്കാറുള്ളൂ. ഇനി അഥവാ എന്തെങ്കിലും കാര്യം പറഞ്ഞ് നാനയും മാമിയും സംസാരിക്കാൻ തുടങ്ങിയ അപ്പ നാന തുടങ്ങും. നിനക്കൊരു പെൺകുട്ടിയാണ്, പക്ഷെ
അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യം തന്നെ, ഞങ്ങൾക്കൊന്നും അതിലൊരു എതിർപ്പുമില്ല. പക്ഷെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിന്റെ മകളുടെ കാലുകൾ കണ്ടിട്ടുണ്ട്? എന്ത് മെലിഞ്ഞ കാലുകളാണ്, അതിൽ ദശയേ ഇല്ല. ഇത് കേൾക്കുമ്പം മാമിയുടെ എല്ലാ കൺട്രോളും പോകും. അതുവരെ വളരെ സൈലന്റ് ആയി നാന പറയുന്നതൊക്കെ കേട്ടോണ്ടിരുന്ന മാമി പറയും, ദയവ് ചെയ്ത് ഇതും പറഞ്ഞ് പിന്നെയും നിങ്ങൾ തുടങ്ങരുത്. മനുഷ്യർക്ക് ചിലർക്ക് കാലേ ഇല്ല, കാലില്ലാതെയാണ് പലരും ജനിക്കുന്നത്. അപ്പൊ നാന പറയും, ഇതിലും ഭേദം കാലില്ലാത്തേ. ഇവൾക്ക് കാലുണ്ടല്ലോ, പക്ഷെ വല്ല പ്രയോജനമുണ്ടോ ആ കാലുകൊണ്ട്? അത്രയ്ക്കും മെലിഞ്ഞ കാലുകൾ വെച്ച് അവൾ എങ്ങനെയാണ് നാളെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നത്? നല്ല ദശയുള്ള കാലുകളാണെങ്കിലേ നല്ല ഇടുപ്പുണ്ടാവുള്ളൂ. അപ്പോഴേ കുഞ്ഞുങ്ങളെ നല്ല നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ പറ്റുള്ളൂ. ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് എന്താ മനസ്സിലാവാത്ത? ഇതൊക്കെ കേട്ട് മാമി മിണ്ടാതിരിക്കും. അടുത്ത എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തുടങ്ങാൻ നോക്കുമ്പം ഞാൻ അടുത്ത കൂരമ്പുമായി വരും. അച്ഛനെ പറ്റിയുള്ള എന്തെങ്കിലും ഒന്ന് രണ്ട് കുത്തുവാക്കുകളായിരിക്കും അത്. അതും കൂടെ കേൾക്കുമ്പം മാമി മിണ്ടാതിരിക്കും. പിന്നെ ഒരു കാര്യത്തിൽ ഇവർ തമ്മിൽ വഴക്ക് കൂടുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ സ്കൂളിൽ പോകുന്നത് എനിക്കും വലിയ ഇഷ്ടമാണ് കേട്ടോ സ്കൂളിൽ പോവാൻ. എൻ്റെ മാമിക്കും അതെ. ഞാൻ സ്കൂളിൽ പോകണം, പഠിക്കണം, എൻ്റെ പേരെങ്കിലും ശരിയായി എഴുതാൻ എനിക്ക് അറിയണം. ഇതൊക്കെ മാമിക്ക് വലിയ ആഗ്രഹമാണ്. പക്ഷെ നാനയ്ക്ക് ഇതിലും വലിയ താല്പര്യമൊന്നുമില്ല. നാന പറയും, എന്തിനാണ് പെൺകുട്ടികൾ എന്തിനാണ് വെറുതെ സ്കൂളിലൊക്കെ പോയി വെറുതെ സമയം കളയുന്നത്? പിന്നെ മാമിയുടെ മുഖം കാണുമ്പോൾ പറയും, ശരിയാ, നിന്റെ മോള് സ്കൂളിൽ പോകുന്നതാ നല്ല. അവളുടെ കാലുകൾ കാണുമ്പോൾ ഞാനും ആലോചിക്കാറുണ്ട്, അവള് സ്കൂളിൽ പോകുന്നത് തന്നെയാ നല്ല. അവൾക്ക് വേറെ അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതും കൂടെ കേൾക്കുമ്പോൾ മാമി വീണ്ടും കുറച്ചും കൂടെ ഷെല്ലിനകത്തേക്ക് ഒതുങ്ങിക്കൂടി ഒന്നും പറയാതെ നിൽക്കും. ഇതൊക്കെ കേട്ട് എനിക്ക് സങ്കടമാണോ ദേഷ്യമാണോ എനിക്കൊന്നും മനസ്സിലാവില്ല, ഞാൻ എങ്ങനെയാ റിയാക്ട് ചെയ്യേണ്ടത്. എന്തായാലും ഒരു ദിവസം എല്ലാവരുടെ, പ്രത്യേകിച്ച് നാനയുടെ സ്വഭാവം കുറച്ച് മാറി. എങ്ങനെയാണെന്നറിയോ? ഞാൻ ഒരു ന്യൂസ് വീട്ടിൽ വന്ന് പറഞ്ഞു. അതായത് എന്നെ സ്കൂൾ ഡിസ്ട്രിക്ട് സ്കൂളിന്റെ അത്ലറ്റിക്സ് ടീമിലേക്ക്, ജൂനിയർ അത്ലറ്റിക് ടീമിലേക്ക് എന്നെ സെലക്ട് ചെയ്തു എന്നുള്ള കാര്യം. ഇത് ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചപ്പോ നാനയ്ക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷം. ഓ അങ്ങനെയാണോ, ശരി എന്ന് പറഞ്ഞ ആദ്യം നാന ചെയ്തത് എന്താണെന്നറിയോ? എന്റെ യൂണിഫോം എടുത്തുകൊണ്ട് പോകുന്നു, അലക്കുന്നു, തേക്കുന്നു. വളരെ നല്ല വൃത്തിയുള്ള യൂണിഫോം ഇട്ടിട്ട് വേണം സ്കൂളിൽ പോകാൻ എന്ന് എന്നോട് പറയുന്നു. പിറ്റേന്ന് തൊട്ട് ഇതിന്റെ സെലക്ഷനും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരുന്നപ്പം നാന സ്കൂളിൽ വന്ന് കുട്ടികളുടെ കൂടെ ഇരുന്ന് ആ സ്പോർട്സ് മീറ്റും റേസും ഒക്കെ ഇരുന്ന് കാണുമായിരുന്നു. നാനയുടെ ഏറ്റവും നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് വരിക. അപ്പൊ ശരി, നാനയ്ക്ക് എന്തായാലും സന്തോഷമാണ്. ശരി, അത്രയും ദിവസം നാനയും മാമി വഴക്ക് കൂടില്ലല്ലോ എന്ന് ഞാൻ സന്തോഷിച്ചു. ഇങ്ങനെ ദിവസങ്ങൾ പോയി. എന്തിനു പറയുന്നു, ആ റേസിന്റെ ദിവസം വന്നു. എല്ലാ റേസിലും ഞാനായിരുന്നു ഫസ്റ്റ്. ടോപ്പ് ജൂനിയർ അത്ലീറ്റ് എന്നുള്ള പദവിയും എനിക്ക് കിട്ടി. അന്ന് എനിക്ക് കിട്ടിയ ആ ഗോൾഡൻ കപ്പ്, വലിയ സ്വർണ്ണ നിറത്തിലുള്ള ആ കപ്പ്, അത് പൊക്കി പിടിച്ച് തോളത്ത് വെച്ച് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരികയും നടന്ന എല്ലാ വീടുകളിലും അത് കാണിക്കുകയും ഇതെന്റെ പേരക്കുട്ടിക്ക് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് അവസാനം ഞങ്ങളുടെ വീട്ടിലെത്തിയപ്പോ അത് മാമിയുടെ കൈ കൊടുത്ത്, ഇത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്ക് എന്ന് പറഞ്ഞു. നാനു പറഞ്ഞു, വാ നീ എന്റെ മടിയിൽ കിടക്ക്. ഞാൻ നാനയുടെ മടിയിൽ കിടന്നു. എന്റെ തലയിൽ കൂടെ കൈ ഓടിച്ച് നാന ചെറുതായി വിതുമ്പിക്കൊണ്ട് നാന പറഞ്ഞു, കുഴപ്പമില്ല അല്ലേ, മെലിഞ്ഞ കാലുകൾ കുഴപ്പമില്ല, നന്നായി ഓടാനൊക്കെ പറ്റും. യെസ്, തിൻ ലെഗ്സ് ക്യാൻ റൺ. എനിക്ക് ചിരിയാണ് വന്നത്. ഇത് തന്നെയല്ലേ ഇത്രയും കാലം ഞാൻ പറയാൻ കൊണ്ടുവന്നിരുന്നത്. പക്ഷെ എന്നെ പറയാൻ വിട്ടാലല്ലേ, വേണ്ട. പറഞ്ഞിട്ട് എല്ലാരും കൂടെ കൂട്ടച്ചിരി ആവാനല്ലേ, അത് വേണ്ട. അതിലും ഭേദം ചെയ്ത് കാണിക്കുന്നതാണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും നാനയുടെ ഈ വാക്കുകൾക്ക് മുമ്പിൽ, ഇത്രയും സന്തോഷത്തിന് മുമ്പിൽ മാമി ചെറിയൊരു പുഞ്ചിരിയോടെ ഇരിക്കുന്നത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അപ്പോഴും മാമിക്ക് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല.
ഇത്രയാണ് അജോയുടെ കഥ. ബാക്കി എല്ലാവരുടെയും, ഞാൻ പെൺകുട്ടികളുടെന്ന് പറയില്ല, എല്ലാവരുടെയും കഥയാണ്. രസിക പറഞ്ഞ പോലെ ഒരാളെ കുറച്ച് നാളുകൾക്ക് ശേഷം കാണുമ്പോൾ വണ്ണം വെച്ചല്ലോ, മെലിഞ്ഞല്ലോ, കറുത്തല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത് ആലോചിക്കാറ് പോലും ഇല്ല, ഇത് മുന്നിലുള്ള ആളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ആണ് ഞാൻ ഈ കഥ തെരഞ്ഞെടുത്തത്. എനിക്ക് പ്രത്യേകിച്ച് ഈ അവസരത്തിൽ പറയാനുള്ളത്, എൻ്റെ മോനാണ് എനിക്ക് ഈ കഥ സജസ്റ്റ് ചെയ്തത്. ഞാൻ ട്രാൻസ്ഫോർമേഷൻ ആണ് ടോപ്പിക് എന്ന് പറഞ്ഞത്. ഹീസ് എ 15-year-old, അവൻ 16 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പൊ അവൻ ആ കഥയുടെ ഒരു അന്തസത്ത അവനത് മനസ്സിലായത്, അതും ഐ എം വെരി ഹാപ്പി ആസ് എ പേരന്റ്. അതും കൂടെ ഞാൻ ഈ അവസരത്തിൽ പറയാൻ വിചാരിക്കുന്നു. താങ്ക് യു, നന്ദി, നമസ്കാരം. ഒരുപാട് നല്ല ഒരു കഥയാണ് ദീപ്തി സെലക്ട് ചെയ്തത്. ഇപ്പൊ പറഞ്ഞതുപോലെ, അതായത് കാല് മെലിഞ്ഞിരിക്കുന്നോ നിറം കുറഞ്ഞിരിക്കുന്നോ അല്ല, നമ്മൾ എന്താണ് എന്നുള്ളതാണ്. അപ്പം പ്രചോദനവും ദീപ്തി പറഞ്ഞു കഴിഞ്ഞു മോനാണെന്നുള്ളത്. അപ്പൊ ഈ ഒരു കഥ തിരഞ്ഞെടുക്കുമ്പോൾ എന്തായിരുന്നു ദീപ്തിയുടെ മനസ്സിൽ? അതായത് ഒരു റെസനേഷൻ നമ്മുടെ ഇവിടെ ആണെങ്കിലും അതിനി ഇതിപ്പോ ഒരു ആഫ്രിക്കൻ കഥയാണെങ്കിൽ പോലും ഇന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കഥയാണ്. ഇന്നും നമ്മുടെ അല്ലേ? അപ്പം ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ സിറ്റുവേഷനിൽ ഓരോ കുട്ടികൾ കാണിക്കുന്നത് നോക്കുമ്പോൾ ഈ ഒരു കഥ ഐ തിങ്ക് അതായിരിക്കും. എന്താണ് ദീപ്തിയുടെ ഒരു അഭിപ്രായം ഈ ഒരു കഥ എടുത്തപ്പോൾ? ആ കുട്ടികളെ ഓർത്ത് ഒരു സന്ദേശം, ട്രാൻസ്ഫോർമേഷൻ സമൂഹത്തിന്, പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികൾക്ക്. അങ്ങനെയായിരുന്നു. അതെ, കറക്റ്റ് ആണ് നീന പറഞ്ഞത്. ഭയങ്കര റെലവെന്റ് ആണ്. അത് ഒരിക്കലും റെലവൻസ് പോവാത്ത ഒരു ടോപ്പിക്കാണിത്. ബിക്കോസ് എല്ലാവരും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരാണെങ്കിലും ഇത് കേൾക്കുന്ന എല്ലാവരും ആണെങ്കിലും ആരെങ്കിലും ഒരു തരത്തിലല്ലേ ഒരു തരത്തിൽ ബോഡി ഷേമിങ് അനുഭവിക്കാതിരുന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ് നീഡ് നോട്ട് ബി ജസ്റ്റ് ബോഡി ഷേമിങ്. മേ ബി ഈ മനസ്സിലുള്ളത് തുറന്നു പറയാൻ നമ്മൾ മറ്റുള്ളവരെ പേടിക്കുന്നതും അതൊക്കെ എനിക്ക് ഈ കഥയിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉള്ള മെസ്സേജസ് ആയിട്ട് തോന്നി. എല്ലാവരും ഫേസ് ചെയ്യുന്ന, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട് തോന്നി എനിക്ക്. പിന്നെ ഞാൻ പേഴ്സണലി ആണെങ്കിലും ചെറുപ്പത്തിലെ ഒരുപാട് ബോഡി ഷേമിങ് അങ്ങനത്തെ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുള്ള, എല്ലാരെയും പോലെ തന്നെ അനുഭവിച്ചിട്ടുള്ള ആ കാരണം കൊണ്ടുണ്ടായ കോംപ്ലക്സ് മേ ബി നമ്മളെ ഇന്നും നമ്മളെ പിന്തുടരുന്നുണ്ടാവും. പല പല അവസരങ്ങളിലും ഒരു ട്രിഗർ മതി നമുക്ക് അതൊന്ന് നമ്മളെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് നമ്മള് കോൺഷ്യസ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം. ഇനിയുള്ള ജനറേഷനെങ്കിലും അതൊരു വളരെ ലൂസ് ടോക്ക് ആയിട്ട് പറയാതെ നമ്മൾ ആലോചിച്ച് മനുഷ്യരോട് സംസാരിക്കാം. ഇഫ് യു ഹാവ് നത്തിങ് ഗുഡ് ടു സേ, പ്ലീസ് ഡോണ്ട് സേ എനിത്തിങ്, പ്ലീസ് കീപ് ക്വയറ്റ് എന്നുള്ളത് ഒരു പോളിസി ആയിട്ട് എല്ലാവരും എടുക്കണം എന്ന് എനിക്ക് തോന്നുന്നു, നമ്മൾ എല്ലാവരും ഉൾപ്പെടെ. ഒരുപാട് തോട്ട് ഞാൻ ഈ കഥ എടുക്കണം എന്ന് വിചാരിച്ചു. വണ്ടർഫുൾ. നല്ലൊരു തോട്ടാണ് ശരിക്കും. ഇന്നത്തെ ജനറേഷന് അത് വളരെ അത്യാവശ്യമാണ്. ഹൗ ടു വിത്ത്സ്റ്റാൻഡ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ. താങ്ക് യു സോ മച്ച് ദീപ്തി. ഒരുപാട് നന്ദി.